നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. 2025 ജൂലൈ മാസം മേടക്കൂർ ജനിച്ച ആളുകൾക്ക്, മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇത്രയും ഉൾപ്പെടുന്നതാണ് മേടക്കൂർ. ഈ മേടക്കൂർ ജനിച്ച ആളുകൾക്ക് അവരുടെ സാമാന്യമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മേടക്കൂറുകാർക്ക് ഈ ജൂലൈ മാസം പൊതുവെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ധനത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എവിടെ നിന്നൊക്കെ ധനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു ജൂലൈ മാസം. അതുപോലെ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അത് തടസ്സങ്ങൾ മാറി ഗൃഹനിർമ്മാണം രണ്ടാമത് തുടങ്ങുന്നതിനൊക്കെ പറ്റുന്നൊരു സമയമാണ് ഈ ഒരു ജൂലൈ മാസം. സാമ്പത്തികമായിട്ട് അതുപോലെ സഹോദരന്മാരിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ, സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള സഹോദരന്മാരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ജൂലൈ മാസം. അതുപോലെ നാൽക്കാലികളുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ, ഇവർക്കെല്ലാം വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന ഒരു മാസമാണ്. അതുപോലെ പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജൂലൈ മാസം പുതിയ വാഹനം വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ വായ്പകളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്ത ആളുകൾക്ക് ഈ മാസം ജൂലൈ മാസം വായ്പകൾ ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനകത്ത് മുതിരുന്ന ആളുകൾ ഈ ഒരു മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം സാഹസ പ്രവർത്തികളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു മാസം ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കീർത്തി ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നും അകന്ന് കഴിയേണ്ട ഒരു സാഹചര്യം ഈ ഒരു മാസം ഉണ്ടായേക്കാം. പഠന ആവശ്യങ്ങൾക്കോ മറ്റ് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ദൂരദേശത്ത് പോയി താമസിക്കുന്നതിനോ ബന്ധുജനങ്ങളിൽ നിന്നും അകന്ന് കഴിയേണ്ട ഒരു സാഹചര്യം ഈ ഒരു മാസം ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ജൂലൈ മാസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക്, അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അത് ആഴ്ചയിൽ ഒരു ദിവസം വീതമോ അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ ഒരെണ്ണേ വരുള്ളൂ, അല്ല ആഴ്ചയിൽ ഒരു ദിവസം വീതമെങ്കിലും ഈ ഒരു വഴിപാട് ശിവക്ഷേത്രത്തിൽ ചെയ്തു പോകുന്നത് ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ജൂലൈ മാസം ഉണ്ടാകുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമായിരിക്കും. കൂടുതലായിട്ടും ശിവക്ഷേത്ര ദർശനം ഈ ഒരു സമയത്ത് നടത്തുന്നത് നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരു മാസം, ജൂലൈ മാസം നന്നായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.